ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെപ്പറോമിയ ചെടിയെ പറ്റിയാണ്. പെപ്പറോമിയ ചെടി ഇപ്പോൾ ഈ കണ്ടില്ലേ, ഇത് സ്പൈഡർ പ്ലാന്റ് നട്ടിരുന്ന ഒരു ചട്ടിയാണ്. അതിനകത്ത് ഞാൻ ഈ പെപ്പറോമിയയുടെ ഒരു ഇല കുത്തിയിട്ട് അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച തൈയാണ് ഇത്. അപ്പോൾ അത് പിരിച്ച് എങ്ങനെ വേറെ ചട്ടിയിലേക്ക് നടുന്നതെന്നും ഒക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചെടി രണ്ട് രീതിയിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ഒരെണ്ണം ഒടിച്ചിട്ട് അത് മണ്ണിലോ വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച് തൈകൾ വരും. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ നിറയെ തൈകളുണ്ടാവും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇത് നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് മേൽമണ്ണ്, കുറച്ച് കമ്പോസ്റ്റ്, പിന്നെ കുറച്ച് ആൻറ്റി ഫംഗൽ പൗഡറും കൂടെ ചേർത്തിട്ട് വേണം പോട്ടി മിക്സ് തയ്യാറാക്കാൻ. അതിനകത്തേക്ക് ചെടി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കുക. പിന്നെ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മണ്ണ് നമ്മൾ പോട്ടി മിക്സ് തൊട്ട് നോക്കിയിട്ട് വേണം. അതിനകത്ത് വരണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ പക്ഷേ എപ്പോഴും ഈർപ്പം നിൽക്കുകയും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് വാടിപ്പോവാനും സാധ്യതയുണ്ട്. ഈ പെപ്പറോമിയെ സംബന്ധിച്ച് നമുക്ക് ഇൻഡോറിൽ വെക്കാനും കുഴപ്പമില്ലാത്തൊരു ചെടിയാണ്. പക്ഷേ കുറച്ച് ശ്രദ്ധ വേണം. വെള്ളം കൂടിപ്പോകാനൊന്നും പാടില്ല. വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് നല്ല വെളിച്ചമുള്ള സ്ഥലത്തും ആയിരിക്കണം. എന്ന് വിചാരിച്ച് ചൂട് കൂടിക്കഴിഞ്ഞാലും ഇത് വാടിപ്പോവും ചെടി. പിന്നെ വളങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. വളം കൂടിപ്പോയാലും ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. കുറച്ച് കെയറിങ് വേണ്ട ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക്